Hello, good morning. How are you? Fine. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗോൾഡിലൊക്കെ നമ്മൾ ഇന്നലെ ഇവിടുന്ന് ബൈ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഒരു ബൈ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ അത് ഞാൻ 1:3 ഒക്കെ ആയ ടൈമിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർഷ്യലി ക്ലോസ് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് അവിടുന്ന് നേരെ വന്നിട്ട് എന്ത് ചെയ്തു, ആ ബ്രേക്ക് ഈവൻ ഹിറ്റ് ആയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. വീണ്ടും ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നമുക്കാണ് ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ എന്താണ് റെസ്റ്റിംഗ് ആണ് അല്ലെ, ഈ ഒരു ഏരിയ ടു ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ മുതൽ ഇവിടം വരെ എന്താണ് ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആണ് ഇവിടെ അല്ലെ. ഏഷ്യന്റെ ലോ ലിക്വിഡിറ്റി ആയിട്ടുണ്ട്. ഇവിടെ ഈക്വൽ ലോസ് ഉണ്ട് അല്ലെ. അങ്ങനെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഓർഡേഴ്സ് ഇവിടെ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഏരിയ അല്ലെ, അതായത് ഇവിടെ നിങ്ങൾ 15 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ ഏരിയ കാണൂല. ഇവിടെ ഞാൻ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് എന്ത് ചെയ്താണ്, ഏരിയ കണ്ടുപിടിച്ചാണ്. ലോവർ ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ഏരിയ, ഇംബാലൻസ് ഉള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ. ലോവർ ടൈം ഫ്രെയിമിൽ ഇതായിരിക്കും ഇവിടുത്തെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്ര വൈഡ് ഏരിയ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു ഹാഫിൽ പിടിച്ചിട്ട് ഈ ഒരു ഇംബാലൻസ് ഉള്ള ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് പ്രിസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. 3 മിനിറ്റിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ആ ഒരു ഏരിയ ആണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൺസിഡർ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ. അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ആ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. പക്ഷെ ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് തട്ടി മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെറിയ മൂവ്മെന്റ് തന്നിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇവിടുന്ന് ഇറങ്ങാം. കാരണം ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ റെസ്റ്റിംഗ് ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ആയിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇന്ന് പോവാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കയറുക. ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്, അത് സ്വീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ഷൻ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കണ്ടിന്യൂഷൻ നോക്കി കയറുക. മെയിൻ എൻട്രി ആയിട്ട് എന്ത് ചെയ്യുക, ഉള്ളിൽ ഇത് ഫോക്കസ് ചെയ്യുക. അപ്സൈഡ് തന്നെയാണ് നോക്കുന്നത്. ഇത്രയും ലിക്വിഡിറ്റീസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് എന്ത് ചെയ്യാം, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ 1 മിനിറ്റിലൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽസ് തന്ന് മാർക്കറ്റ് അപ്പിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർക്കറ്റ് ഒന്ന് റൺ ആവട്ടെ. പക്ഷെ ഇവിടെ നിന്ന് എടുക്കൽ എന്തല്ല, അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ല. കാരണം ലിക്വിഡിറ്റീസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അത് എന്ത് ചെയ്യാം, വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി താഴത്തോട്ട് വരും. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ ഇതാണ് നമ്മുടെ വ്യൂ. അപ്സൈഡിക്ക് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഏരിയ ഡയറക്റ്റ് നോക്കാം. ഇവിടുന്ന് റിയാക്ഷൻ തരുന്നുണ്ടെങ്കിൽ കൺഫർമേഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം, ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് GBP USD അല്ല. GBP USD നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഹവറിൽ എന്തെടുത്ത് വരികയാണ്, ആ ഒരു പ്രീമിയം ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങുകയാണ്. സോ സെല്ലിലോട്ടാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടുന്ന് മിനിഞ്ഞാന്ന് നമ്മളൊരു കൗണ്ടർ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു, അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, അത് ഇൻവാലിഡ് ആയി മാർക്കറ്റിൽ അല്ലെ. പിന്നെ മാർക്കറ്റിൽ വന്നു, ഇതായിരുന്നു നമ്മളെ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ പ്ലേ ഗ്രൗണ്ട്. ആ പ്ലേ ഗ്രൗണ്ടിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്വിംഗ് ലോയോ ഈ ഒരു സ്വിംഗ് ഹൈയോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയൊരു സ്ട്രക്ചർ ബിൽഡ് ആവുള്ളൂ അല്ലെ. ഇവിടെ സ്ട്രക്ചർ ബിൽഡ് ആയത് എന്തോ എങ്ങനെയാണ്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെ. വിച്ച് മീൻസ് ട്രെൻഡ് എന്ത് ചെയ്തു, അപ്പ് സൈഡിൽ ഡൗണിലോട്ട് തിരിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് 4 അവർ ഡൗൺ ട്രെൻഡിലാണ്, 15 മിനിറ്റ് എന്തായി, അപ്പ് ട്രെൻഡിലായി അല്ലെ. അപ്പൊ നമ്മുടെ മെയിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്, സെല്ലാണ്. ഓക്കെ, അപ്പൊ സെല്ലിനുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ഇത് ഇങ്ങോട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുന്നതോട് കൂടിയിട്ട് ഇവിടെ ഈ ഒരു ലോ കൺഫേം ആയി അല്ലെ. 3 ക്യാൻഡിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലോ കൺഫേം ആയി, ഇതിന്റെ സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആയി. അപ്പൊ നമ്മളെ ഇനിയുള്ള പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ടു അല്ലെ, നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. ഈ ഒരു ഹൈ ടു ഈ ഒരു വലിയ ട്രേഡിംഗ് റേഞ്ച് ആണ്. അപ്പൊ ഇനി ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് പോവാനുണ്ട്. പുൾ ബാക്ക് പോയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, പ്രീമിയം ടച്ച് ചെയ്തിട്ടാണ് താഴത്തോട്ട് വരിക അല്ലെ. അപ്പൊ മാർക്കറ്റ് മിക്കവാറും ഈ ഒരു ഏരിയ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഈ ഒരു സ്ട്രോങ് ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബും ചേഞ്ചും തന്നിട്ട് ഒരു സ്ട്രോങ് ഏരിയ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഇവിടെ ഉള്ള ഈ ഒരു ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് വരാനാണ് ചാൻസസ് എന്ത് കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങോട്ട് എത്താൻ മാർക്കറ്റിൽ അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഒരു പുൾ ബാക്ക് എൻട്രി ആയിട്ട് നമുക്ക് റിസ്ക് കുറച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് ബൈ സൈഡ് എൻട്രി നോക്കിയിട്ട് എന്ത് ചെയ്യാം, പോവാം അല്ലെ. ബൈ സൈഡ് എൻട്രി നോക്കുന്ന ടൈമിൽ നമുക്ക് ഇതാണ് ഇവിടുത്തെ ഒരു പ്രോപ്പർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, ലേറ്റസ്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് വലിയ ഏരിയ ആണ്. അപ്പൊ നമ്മൾ അതിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യുന്ന ടൈമിൽ 15 മിനിറ്റിന്റെ RB ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, 15 മിനിറ്റിന്റെ RB ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുന്ന ടൈമിൽ ഓക്കെ, ഈ ഒരു ഏരിയ എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലെ. ഓൾറെഡി ഇത് ടച്ച് ചെയ്തിട്ടാണ്, ഏഷ്യന്റെ ഉള്ളിൽ ടച്ച് ചെയ്തിട്ടാണ് അത് പോകുന്നത്. മേ ബി അപ്പോൾ ഈ താഴത്തോട്ട് വരാനുള്ള ചാൻസസ് എന്താണ്, കുറവാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ലോ ആണ്. ഓക്കെ, സോ നമുക്ക് ഏഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ബൈ സൈഡ് തന്നെ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഏരിയ ആണ്. കാരണം ഇവിടെ കണ്ടോ, ഈ ഒരു ലിക്വിഡിറ്റിന്റെ മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്തു, ഇന്റേണൽ ചേഞ്ചും തന്നു. ഓക്കെ,
നമ്മൾ ഇങ്ങനെ കൗണ്ടർ നോക്കുന്ന ടൈമിൽ മേ ബി എന്ത് ചെയ്യില്ല, ഇനി മാർക്കറ്റ് ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൗണ്ടർ എൻട്രി ആണ്, എങ്ങനെ നോക്കിയാലും കൗണ്ടർ എൻട്രി ആണ്, റിസ്ക് ഉള്ള എൻട്രി ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ടൊക്കെ കൊണ്ടുവരുന്ന ടൈമിൽ ലോവർ ടൈം ഫ്രെയിം ഒക്കെ എന്തായി, തിരിഞ്ഞു അല്ലെ. ഓൾറെഡി ഇന്റേണൽസ് തന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പക്ക് തിരിഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ഫോം ആവുന്നുണ്ട് ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം, ഏഷ്യന്റെ ലോയിൽ വരുന്ന ഏരിയ അല്ലെ. അവിടെ നമുക്ക് വേറെ ഏതെങ്കിലും പോയിന്റ്സുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ ഇവിടെ ഒരു ആർ ബി വരുന്നുണ്ട്. ഓക്കെ, ആർ ബി ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റുകൾ എന്ത് ചെയ്യുക, നല്ല പോയിന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, മുന്നിലോട്ട് വരുന്ന ടൈമിൽ ഓക്കെ ഫൈൻ, ഈ ഒരു ഏരിയ കുഴപ്പമില്ല. ഓക്കെ, ലൈൻ ചാർട്ട് ഇട്ട് നോക്കുക ജസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്. അവിടെ നമുക്കൊരു AMD വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ് നോക്കുമ്പോൾ ലൈൻ ചാർട്ട് ഇട്ട് നോക്കുന്ന ടൈമിൽ ഇവിടെ കണ്ടോ, ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബും ചേഞ്ചും ലൈൻ ചാർട്ടിൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ലിക്വിഡിറ്റി ഗ്രാബ്, അതുപോലെ തന്നെ മേലോട്ട് ചേഞ്ച്. അപ്പൊ ഈ ഒരു ഏരിയ സ്ട്രോങ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് പോയിന്റ് വരുന്നത് എന്നുള്ളത് നോക്കാം. അവിടെ നമുക്ക് 1 മിനിറ്റിന്റെ ഒരു പോയിന്റ് വരുന്നുണ്ട്, നല്ല ഒരു 1 മിനിറ്റിന്റെ പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഏരിയനെ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ഓക്കെ, ഒക്കെ റിസ്കി എൻട്രികളാണ്, നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, നോക്കാം, നമുക്ക് ഇങ്ങോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ബൈ എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മേലോട്ട് പോവാം. ഓക്കെ, നല്ലൊരു പ്രോപ്പർ എൻട്രി ആയിട്ട് തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ 1 മിനിറ്റ് നോക്കുന്ന ടൈമിൽ ഓൾറെഡി എന്താണ്, ഇവിടെയുള്ള ലിക്വിഡിറ്റീസിനൊക്കെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ചെറിയ സാധനമാണ് എന്നാലും കുഴപ്പമില്ല അല്ലെ, ലിക്വിഡിറ്റീസിന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, യെസ്, ബൈ സൈഡ് എൻട്രി കേട്ടോ. ഇവിടുന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴത്ത് നിന്ന് നോക്കാം. നമുക്ക് ഇത് ഇവിടുന്ന് തന്നെ മിക്കവാറും പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്കൊരു ബൈ സൈഡ് നോക്കാം, ഇന്റർണൽ പിടിച്ച് ബൈയിലോട്ട് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, ഒരു 6 പിപ്പ് 7 പിപ്പ് ഒക്കെ വെച്ചാൽ മതി. ഓക്കെ, 6 പിപ്പ് വെക്കാം, കാരണം നമ്മൾ അത്ര പ്രിസൈസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് എടുക്കുന്നത്, 10 പിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഒരു 1:3 ഒക്കെ സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ക്യാച്ച് ചെയ്യാം. ഓക്കെ, ഈ ലിക്വിഡിറ്റി വരെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി ഒരു 1:3 തന്നെ എന്ത് ചെയ്തോ, റൗണ്ട് ആക്കി വെച്ചോ. ഓക്കെ, റിസ്കി എൻട്രി ആണ്, അതായത് കൗണ്ടർ എൻട്രി ആണ്. അപ്പോൾ വലിയ റിവാർഡിലോട്ടൊന്നും എന്ത് ചെയ്യണ്ട, പോകണ്ട. 1:3 ഇവിടുന്ന് എന്തായാലും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാച്ച് ചെയ്തിട്ട് വരാൻ പറ്റും. ഓക്കെ, ഇതാണ് GBP പിന്നെ നമ്മൾ മെയിൻ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, മേലോട്ട് എത്തണം. ഓക്കെ, അപ്പൊ മേലോട്ട് പോകുന്നതിന് വരെ ഇത് കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുവരെയൊക്കെ മാർക്കറ്റിൽ എന്ത് ചെയ്ത് കൊടുക്കാം, സിമ്പിൾ ആയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ GBP ആണാണ്ട് എത്താൻ ചിലപ്പോൾ 1-2 ദിവസം എടുത്തു എന്നൊക്കെ വരും. ഓക്കെ, ഗോൾഡിനെ പോലെ അത്ര സിമ്പിൾ ആയിട്ട് പറന്ന് പോകുന്നില്ല. ഓക്കെ, നോക്കാം, നമുക്ക് എന്തായാലും ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യാം. ദെൻ വാട്ട് അബൌട്ട് യൂറോ USD. ഓക്കെ, യൂറോ USD നമ്മൾ നോക്കുന്ന ടൈമിൽ ഞാൻ നമ്മൾ എടുത്ത ട്രേഡ് ആണത്. യെസ്, അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു സെല്ലിലോട്ട് മാർക്കറ്റ് തിരിഞ്ഞിട്ട്, ഇതായിരുന്നു നമ്മുടെ പ്ലേ ഗ്രൗണ്ട് അല്ലെ. ഇവിടെ ഈ ഒരു ലോന മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു അല്ലെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ത് ചെയ്തു, ഇവിടെ കിട്ടി, പുതിയൊരു BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, മാറാണ് അല്ലെ. പുതിയ സ്ട്രക്ചർ ബിൽഡായി, ഇവിടെ പുതിയ സ്ട്രക്ചർ ബിൽഡായി. നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, ഇങ്ങോട്ട് മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്, മാർക്കറ്റ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ടൊന്നും മാർക്കറ്റ് എത്തിയില്ല. അത് കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്തു, താഴത്തോട്ട് പോയി അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോ കൺഫേംഡ് ആയിട്ടുണ്ട് അല്ലെ, 3 ക്യാൻഡിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമ്മളെ നെക്സ്റ്റ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു, ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ. ഇവിടെ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചറിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോയും എന്ത് ചെയ്തു, കൺഫേംഡ് ആയിട്ടുണ്ട് അല്ലെ. ഇതാണ് ഇതിന്റെ സ്വിംഗ് ഹൈ എന്ന് വരാം. ഈ സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ ആണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് അല്ലെ. ഇവിടെ നോക്കുന്ന ടൈമിൽ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ മാർക്കറ്റിൽ പിന്നെ ഒരു ഏരിയ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, 2 ഏരിയാസുകളാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, കിട്ടാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇറങ്ങും. ഓക്കെ, പക്ഷെ മേ ബി ഐ തിങ്ക് ഒരു മേലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ കവർ ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്, ചെറിയ ഏരിയ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കണ്ടിന്യൂഷൻ എൻട്രി നോക്കുക, ഡയറക്റ്റ് കയറണ്ട, കണ്ടിന്യൂഷൻ എൻട്രി നോക്കുക. ഇതിനൊന്ന് പ്രിസൈസ് ചെയ്യാം.
15 മിനിറ്റിന്റെ ഉള്ളിൽ ഏതെങ്കിലും ലോവർ ടൈം ഫ്രെയിമിലുള്ള ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അല്ലെ ലോവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുന്ന ടൈമിൽ 5 മിനിറ്റിന്റെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ദെൻ 1 മിനിറ്റ് 3 മിനിറ്റ് ഓക്കെ ഈ ഒരു ഏരിയ ഓക്കെ ഇത് കുഴപ്പമില്ല നല്ലൊരു ഏരിയ ആണ്. അതായത് ഇതിന്റെ ഹാഫ് പോർഷൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 15 മിനിറ്റിന്റെ ഹാഫ് ഈ 15 മിനിറ്റിന്റെ ഹാഫിൽ എപ്പോഴും നല്ലൊരു ലോവർ ടൈം ഫ്രെയിം ഏരിയ ഉണ്ടാവും. ഓക്കെ എന്റെ പെർസ്പെക്റ്റീവിൽ കേട്ടോ ഞാൻ നോക്കുന്നതിലൊക്കെ അങ്ങനെ കാണാറാണ്. ഇതിന്റെ ഒരു ഹാഫിലൊക്കെ ടച്ച് ചെയ്തിട്ടേ മാർക്കറ്റ് ഇറങ്ങുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഒരു സെക്കൻഡ് എൻട്രിയോ അല്ലെങ്കിൽ തേർഡ് എൻട്രിയോ നോക്കുക. അതായത് ലോ റിസ്കോ മീഡിയം റിസ്ക് എൻട്രിയോ നോക്കുക. ഇവിടുന്ന് സ്വീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് എൻട്രി തന്നെ നോക്കാം. ഓക്കെ സെല്ലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ ഇവിടെ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മേലോട്ട് പോകില്ല. ഇവിടെ തന്നെ എന്ത് ചെയ്യാം വരാം. ഇവിടെ ലിക്വിഡിറ്റീസ് ഒന്നും ഇല്ല നേരെ മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടത് ഒന്നും കൂടെ മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കി ലിക്വിഡിറ്റീസ് നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടത് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ സോ ഇതാണ് ഇന്നത്തെ നമ്മൾ 3 പ്ലാൻസ്. ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ട്രേഡ്സ് നോക്കുക, ഇവന്റ്സുകൾ വാച്ച് ചെയ്യുക, ന്യൂസുകൾ വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കുക, ബോളി ഉണ്ട് മൂവ്മെന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ട്രേഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ സോ ഈ ഒരു വീക്കിൽ ഇന്നത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് ഈ വീക്ക് ഒരു എൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം ഈ വീക്കിൽ നമ്മളെടുത്ത പ്ലാനിങ്സ് കാര്യങ്ങളൊക്കെ എത്രത്തോളം വർക്ക്ഔട്ട് ആയി എന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം ട്രേഡ്സുകൾ എടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നാളെ നമ്മൾ സെക്ഷൻ വെക്കും. നൈറ്റ് സാറ്റർഡേ നമ്മൾ ലൈവ് സെക്ഷൻ വെക്കുന്നുണ്ട് നൈറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച പോലെ തന്നെ. അപ്പോൾ ആ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ താങ്ക് യു.